ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മുന്തിരി കൊണ്ടുള്ള സ്ക്വാഷാണ്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ജ്യൂസ് തയ്യാറാക്കി കൊടുക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാവും. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ജ്യൂസ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഉപ്പ് മഞ്ഞളും ഒക്കെ ഇട്ട് നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. എന്നിട്ട് ഒരു പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ മുന്തിരിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാരയും കൂടെ ഇതിൽ കിടന്നിട്ട് ഒന്ന് അലിഞ്ഞ് വരണം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ മുന്തിരിയൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കുറച്ച് ഇതിൽ നിന്നും വിട്ടു പോരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒരു സ്മാഷർ വെച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയൊരു ഒട്ടുന്ന പരുവത്തിൽ ആവണ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് സ്മാഷർ വെച്ചിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഈ മുന്തിരിയുടെ സത്തൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്ന വിധത്തിൽ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഈ വെള്ളമൊക്കെ നല്ല കളർ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു വയലറ്റ് കളറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ആദ്യം ഈ മുന്തിരി വേവിച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ട് ജ്യൂസറിലിട്ടിട്ട് ജ്യൂസ് എടുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ട് അങ്ങനെ ചെയ്താലും മതി. അപ്പം ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണെന്ന് മാത്രം. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇപ്പോൾ വറ്റിയിട്ടുണ്ട്. ഇതിന് കയ്യിലൊന്ന് എടുത്ത് നോക്കിയാൽ ഒരു സ്റ്റിക്ക് ചെയ്യണ പോലെ, അതായത് ഒരു ഒട്ടണ പരുവത്തിൽ ആവുമ്പോഴാണ് തീ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പം ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇത് ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കരുത്, പൾസിലിട്ടിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ. അപ്പോൾ അതിൻ്റെ കുരുവൊന്നും അതിൽ അരഞ്ഞു ചേരൂല. നന്നായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ കുരുവൊക്കെ അരഞ്ഞു ചേരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പൾസിലിട്ടിട്ട് ചെയ്താൽ മതി. എന്നിട്ടിത് ഒരു അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മുന്തിരി വേവിച്ച ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഇത് അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ചൊരു വലിപ്പമുള്ള അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ സീഡ് മാത്രം വേറെ ആയി കിട്ടും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ കുരു മാത്രം വേറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ അരിച്ചെടുക്കണം. പിന്നെ ഇത് വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ടാണ് അരിക്കണമെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് തിളപ്പിച്ച ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചത് കൊണ്ടാണ് അതിൽ ആ തിളപ്പിച്ച വെള്ളം ഉള്ളത്. അതല്ലെങ്കിൽ നമ്മൾ വേറെ പുതിയ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പാത്രത്തിൽ അല്ലെങ്കിൽ കയ്യിൽ ഒന്നും വെള്ളം പാടില്ല. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല കളറുള്ള നല്ല സ്ക്വാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പൊട്ടുന്ന കുപ്പിയിലാക്കിയിട്ട് അടച്ച് വെച്ച് സൂക്ഷിക്കുക. അപ്പോൾ 2-3 കുപ്പിയിലാക്കി വെക്കുകയാണ് നല്ലത്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറക്കേണ്ട ആവശ്യം വരില്ലല്ലോ. ആദ്യം ഒരു കുപ്പി എടുത്തിട്ട് പിന്നെ വേറൊരു കുപ്പി എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല. അപ്പം ഇനി ഇതുകൊണ്ട് ജ്യൂസ് തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ ഈ സിറപ്പ് കുറച്ച് ഒഴിച്ചതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഐസ് ക്യൂബും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ 1 മാസം വരെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കേടാകാതിരിക്കും. അതല്ല, കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കുക, പിന്നെ ബാക്കിയുള്ളത് ഫ്രീസറിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം കാലം സൂക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ഇഞ്ചിയുടെ പീസും കൂടെ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ട് അങ്ങനെയും ജ്യൂസാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.